പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും സ്വന്തം ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ. ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് ചെയ്യുന്നതാണ്? രാവിലെ പല്ല് തേക്കുമ്പോൾ ഏത് പല്ലിലാണ് ആദ്യം ബ്രഷ് വെക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. ഒരു ഷൂവിന്റെ ലേസ് കെട്ടുമ്പോൾ ഏത് ലേസ് എങ്ങോട്ട് ഇടണമെന്ന് ആലോചിക്കാറുണ്ടോ? ഇല്ല. പതിവായി പോകുന്ന റോഡിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതുമില്ല. പലപ്പോഴും നമ്മൾ ഓഫീസിൽ എത്തുമ്പോഴാണ് അയ്യോ ഞാൻ എത്തിയത് അറിഞ്ഞതേയില്ല എന്ന് ചിന്തിക്കുന്നത്. ഇതൊരു അത്ഭുതമല്ല. നമ്മുടെ ജീവിതത്തിന്റെ 40 മുതൽ 50% വരെ വരുന്ന പ്രവൃത്തികൾ നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല. നമ്മളൊരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് ജീവിക്കുന്നത്. ഇതിനെയാണ് ശീലങ്ങൾ അഥവാ ഹാബിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ശീലങ്ങൾ നല്ലതാണ്, കാരണം ഒരു ചെറിയ കാര്യത്തിന് തലച്ചോറിന് ചിന്തിക്കേണ്ടി വന്നാൽ നമ്മൾ തളർന്നു പോകും. പക്ഷേ പ്രശ്നം അതല്ല. നല്ല ശീലങ്ങൾ ഓട്ടോമാറ്റിക് ആകുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ദുശീലങ്ങളായ സ്മോക്കിംഗ്, അമിത ഫോൺ ഉപയോഗം, ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഇതേ ഓട്ടോ പൈലറ്റ് മോഡിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ഈ ശീലങ്ങളെ എങ്ങനെ നമുക്ക് വരുതിയിലാക്കാം? ഒരു ശീലം മാറ്റാൻ 21 ദിവസം മതിയോ? ഈ ശീലങ്ങളെ മാറ്റുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ അറിയണം. നമ്മുടെ തലച്ചോറിന് ഒരു സ്വഭാവമുണ്ട്. ശരിക്കും അതൊരു മടിയനാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അത് ഊർജം സംരക്ഷിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കാർ ഓടിക്കാൻ പഠിച്ച സമയം ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, റോഡ്, കണ്ണാടി എല്ലാം കൂടി ശ്രദ്ധിക്കാൻ തലച്ചോറിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് കഠിനമായി അധ്വാനിക്കുകയായിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞ് അത് ശീലമായപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഉത്തരവാദിത്തം തലച്ചോറിന്റെ ബേസിൽ ഗാംഗ്ലിയ എന്നൊരു ചെറിയ ഭാഗത്തേക്ക് മാറി. ഇതൊരു തലച്ചോറിന്റെ നടുക്കുള്ള ഒരു ഭാഗമാണ്. ഇതാണ് നമ്മുടെ ശീലങ്ങളുടെ സ്റ്റോറേജ് റൂം. ഒരിക്കൽ ഒരു കാര്യം ബേസിൽ ഗാംഗ്ലിയയിൽ എത്തിയാൽ പിന്നെ തലച്ചോറിന് വിശ്രമിക്കാം. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം, സംസാരിക്കാം, കാഴ്ചകൾ കാണാം. പക്ഷേ ഇവിടെയാണ് അപകടം. ഒരു ദുശീലം, ഉദാഹരണത്തിന് വൈകുന്നേരം എണ്ണക്കടി കഴിക്കുന്നത്, ഈ ബേസിൽ ഗാംഗ്ലിയയിൽ പതിഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കാതെ തന്നെ അത് ചെയ്തു പോകും. വേണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടായാൽ പോലും കൈകൾ തനിയെ അങ്ങോട്ട് പോകും. ഇതിനെയാണ് ഹാബിറ്റ് ലൂപ്പ് അഥവാ ശീലങ്ങളുടെ ചക്രം എന്ന് വിളിക്കുന്നത്. ചാൾസ് ഡുഹിക് തന്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന പുസ്തകത്തിൽ ഈ ലൂപ്പിനെ കീറി മുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ലോകത്തെ ഏത് ശീലത്തെയും പൊളിച്ചെഴുതാം. അത് ഇതൊക്കെയാണ്: 1 സൂചന, 2 അനുഷ്ഠാനം, 3 പ്രതിഫലനം. ആദ്യത്തെ സൂചന. ഇതാണ് ശരിക്കുള്ള ട്രിഗർ. ഒരു തോക്കിന്റെ കാഞ്ചി വലിക്കുന്നത് പോലെ ഇത് നിങ്ങളുടെ തലച്ചോറിനോട് പറയുന്നു, ഓട്ടോ പൈലറ്റ് മോഡ് ഓൺ ആക്കൂ, ആ ശീലം പുറത്തെടുക്കൂ എന്ന്. സൂചനകൾ പ്രധാനമായിട്ടും 5 തരത്തിലുണ്ട്. 1 സ്ഥലം, 2 സമയം, 3 വൈകാരിക അവസ്ഥ, 4 മറ്റ് ആളുകൾ, 5 തൊട്ടു മുമ്പുള്ള പ്രവൃത്തി. ഉദാഹരണത്തിന് സിഗരറ്റ് വലിക്കുന്ന ശീലവുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇതൊക്കെയാണ്. 1 സ്ഥലം. സിഗരറ്റ് വലിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം കാണുമ്പോൾ അയാൾക്ക് വലിക്കാൻ തോന്നും. 2 സമയം, ചിലപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള സമയമായിരിക്കാം. 3 വൈകാരിക അവസ്ഥ, ബോറടി, ടെൻഷൻ എന്നിവയൊക്കെ വരുമ്പോൾ വലിക്കാനുള്ള സാധ്യതയുണ്ട്. 4 മറ്റുള്ള ആളുകൾ, സിഗരറ്റ് വലിക്കുന്ന സുഹൃത്തുക്കളെ കാണുമ്പോൾ വലിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. 5 തൊട്ടു മുമ്പുള്ള പ്രവൃത്തി, ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് പ്രധാനമായിട്ടുള്ള 5 സൂചനകൾ. ഇനി ഹാബിറ്റ് ലൂപ്പിന്റെ രണ്ടാമതായിട്ടുള്ള അനുഷ്ഠാനം. ഇതാണ് നമ്മൾ കാണുന്ന ശീലം. സൂചന കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. അത് സിഗരറ്റ് വലിക്കുന്നതാകാം, നഖം കടിക്കുന്നതാകാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതാകാം. ഇത് നമ്മൾ ചെയ്യുന്ന ശാരീരികമോ മാനസികവുമായ ഒരു പ്രവൃത്തിയാണ്. മൂന്നാമതായിട്ടുള്ള പ്രതിഫലം. എന്തിനാണ് തലച്ചോറ് ഈ ശീലം നിലനിർത്തുന്നത്? അതിനൊരു സമ്മാനം കിട്ടുന്നുണ്ട്. TV കാണുമ്പോൾ കിട്ടുന്ന റിലാക്സേഷൻ, മധുരം കഴിക്കുമ്പോൾ കിട്ടുന്ന ഡോപ്പോമിൻ കിക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടുമ്പോഴുള്ള അംഗീകാരം. ഈ ഫീലിംഗ് ആണ് തലച്ചോറ് ആഗ്രഹിക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും ശീലം മാറ്റാൻ ശ്രമിക്കുമ്പോൾ വരുത്തുന്ന വലിയ തെറ്റെന്താണെന്നറിയുമോ? നമ്മൾ ആ ശീലത്തെ നിർത്താൻ ശ്രമിക്കുന്നു. ഞാൻ ഇനി മുതൽ സിഗരറ്റ് വലിക്കില്ല, മധുരം കഴിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ സയൻസ് പറയുന്നത് പഴയൊരു ശീലത്തെ തലച്ചോറിൽ നിന്നും പൂർണ്ണമായും മായിച്ചു കളയാൻ കഴിയില്ല എന്നാണ്. ആ ന്യൂറൽ പാത്വേ അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ശീലം നിർത്താൻ ശ്രമിക്കരുത്, പകരം അതിനെ മാറ്റാൻ ശ്രമിക്കുക. സൂചനയും പ്രതിഫലവും നിലനിർത്തിക്കൊണ്ട് നടുവിലത്തെ അനുഷ്ഠാനം മാറ്റുന്നതിലൂടെ ശീലങ്ങളെ മാറ്റിയെടുക്കുന്ന രീതിയെയാണ് ശീലം മാറ്റുന്നതിലുള്ള ഗോൾഡൻ റൂൾ എന്ന് വിളിക്കുന്നത്. അതായത് നമുക്കൊരു സൂചന മാറ്റാൻ കഴിയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രെസ് വരും. പക്ഷേ നിങ്ങളുടെ തലച്ചോറിന് പ്രതിഫലം വേണം താനും. അപ്പോൾ നമുക്ക് ആകെ മാറ്റാൻ കഴിയുന്നത് നടുവിലത്തെ അനുഷ്ഠാനമാണ്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് എണ്ണക്കടി കഴിക്കുന്ന ശീലമുണ്ടെന്ന് കരുതുക. ഇത് കാരണം വണ്ണം കൂടുന്നു, നിർത്താൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് സൂചന തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ സൂചന എന്നത് 3 മണിയാണ്. രണ്ടാമതായിട്ട് പ്രതിഫലം തിരിച്ചറിയുക. നിങ്ങൾക്ക് ശരിക്കും വിശന്നിട്ടാണോ കഴിക്കുന്നത്, അതോ ജോലിയിൽ നിന്നൊരു ചെറിയ ബ്രേക്ക് കിട്ടാനാണോ, അതോ സുഹൃത്തുക്കളോട് മിണ്ടാൻ വേണ്ടിയാണോ എന്ന് നോക്കുക.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് വിശന്നിട്ടല്ല ജോലിയിൽ നിന്നും ഒരു 5 മിനിറ്റ് മാറി നിൽക്കാനുള്ള ഒരു ആശ്വാസമാണ് വേണ്ടത്. അതായത് ആശ്വാസമാണ് പ്രതിഫലം. അപ്പോ 3 മണിയാകുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് അനുഷ്ഠാനം മാറ്റുക എന്നുള്ളതാണ്. അതിനായിട്ട് 3 മണിയാകുമ്പോ സൂചന വരുമ്പോ നിങ്ങളൊരു സുഹൃത്തിന്റെ അടുത്ത് പോയി ഒരു 5 മിനിറ്റ് സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് കിട്ടേണ്ട പ്രതിഫലമായിട്ടുള്ള ആശ്വാസം കിട്ടും. അങ്ങനെ നിങ്ങളുടെ ആ പഴയ അനുഷ്ഠാനമായ എണ്ണക്കടി കഴിക്കുന്ന ശീലം മാറ്റാൻ കഴിയും. ഇങ്ങനെ ഓരോ ശീലത്തെയും കീറി മുറിച്ച് അതിലെ റുട്ടീൻ മാത്രം മാറ്റിയാൽ നിങ്ങളുടെ പഴയ അനുഷ്ഠാനമായിട്ടുള്ള എണ്ണക്കടി കഴിക്കുന്ന ശീലം നമുക്ക് മാറ്റാൻ കഴിയും. ഇങ്ങനെ ഓരോ ശീലത്തെയും കീറി മുറിച്ച് അതിലെ റുട്ടീൻ മാത്രം മാറ്റി പ്രതിഷ്ഠിക്കുക. ശീലം മാറ്റുന്നതിലെ സാങ്കേതിക വശങ്ങൾ നമ്മൾ കണ്ടു. ഇനി ജെയിംസ് ക്ലിയർ തന്റെ ആറ്റോമിക് ഹാബിറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയം നോക്കാം. നമ്മൾ പലപ്പോഴും വലിയ ലക്ഷ്യങ്ങളാണ് വെക്കാറുള്ളത്. എനിക്ക് 10 കിലോ കുറയണം, എനിക്ക് പുസ്തകം എഴുതണം. ജെയിംസ് ക്ലിയർ പറയുന്നത് ആ ലക്ഷ്യങ്ങളിലല്ല, വ്യവസ്ഥകളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ദിവസം 1% മാറ്റം വരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ ദിവസവും വെറും 1% മെച്ചപ്പെട്ടാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഗണിതപരമായിട്ട് 37 മടങ്ങ് മെച്ചപ്പെട്ടിട്ടുണ്ടാകും. ഇതിനെ ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ് എന്ന് പറയും. ഞാൻ സിഗരറ്റ് നിർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നതും ഞാനൊരു സ്മോക്കർ അല്ല എന്ന് പറയുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ സ്വയം മാറ്റുക. ഞാനൊരു എഴുത്തുകാരനാണ്, അതുകൊണ്ട് ഞാൻ ദിവസവും 10 വരി എഴുതും. ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ ജങ്ക് ഫുഡ് കഴിക്കില്ല. ഇനി ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. 21 ദിവസം മതിയോ ഒരു ശീലം മാറ്റാൻ? ഇതൊരു തെറ്റിദ്ധാരണയാണ്. 1960-കളിൽ മാക്സ്വെൽ എന്ന പ്ലാസ്റ്റിക് സർജൻ തന്റെ രോഗികളുടെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം ആ രോഗികൾ അതുമായി പൊരുത്തപ്പെടാൻ അവർക്ക് ഏകദേശം 21 ദിവസം എടുത്തു എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഇത് കേട്ട് പലരും പറയാൻ തുടങ്ങി 21 ദിവസം കൊണ്ട് എല്ലാ ശീലവും മാറ്റാമെന്ന്. എന്നാൽ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് ഒരു ശീലം ഓട്ടോമാറ്റിക് ആകാൻ ശരാശരി 66 ദിവസങ്ങൾ എടുക്കും എന്നാണ്. ലളിതമായ ശീലങ്ങൾക്ക് 18 ദിവസം മതിയാകും. കടുപ്പമുള്ള ശീലങ്ങൾക്ക് 254 ദിവസം വരെ എടുക്കാം. നമ്മുടെ തലച്ചോറ് ഒരു പ്ലാസ്റ്റിക് പോലെയാണ്, അതിന് മാറാൻ കഴിയും. ഒരു കാര്യം ആവർത്തിക്കുമ്പോൾ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിൽ പുതിയ പാതകൾ വെട്ടുന്നു. ഒരു കാട്ടിലൂടെ വഴി വെട്ടുന്നത് പോലെയാണിത്. ആദ്യം നടക്കുമ്പോൾ വഴി കാണില്ല. തുടർച്ചയായി 66 ദിവസം നടന്നാൽ അതൊരു തെളിഞ്ഞ വഴിയാകും. പിന്നെ അതിൽ നടക്കാൻ വളരെയധികം എളുപ്പമാണ്. അതുകൊണ്ട് 21 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് മാറ്റം വന്നില്ല എങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ കാട്ടിലൂടെ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് തുടരുക. അതേപോലെ വിൽ പവർ കൊണ്ട് മാത്രം ശീലം മാറ്റാൻ നോക്കരുത്, അതിൽ നിങ്ങൾ പരാജയപ്പെടും. പകരം നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുക. നിങ്ങൾക്ക് ഫോൺ ഉപയോഗം കുറയ്ക്കണം. ഫോൺ ബെഡ്റൂമിൽ കൊണ്ടുപോകരുത്, ഹാളിൽ വെക്കുക. വെള്ളം കുടിക്കുന്ന ശീലം വേണോ? കുപ്പി എപ്പോഴും കണ്ണിന് മുമ്പിൽ വെക്കുക. അതേപോലെ നല്ല ശീലങ്ങൾക്കുള്ള തടസ്സങ്ങൾ കുറയ്ക്കുക, ദുശീലങ്ങൾക്കുള്ള തടസ്സങ്ങൾ കൂട്ടുക. TV കാണുന്നത് കുറയ്ക്കണമെങ്കിൽ റിമോട്ടിന്റെ ബാറ്ററി ഊരി വെക്കുക. ആ ഒരു ചെറിയ തടസ്സം മതി പലപ്പോഴും നമ്മളെ ആ ശീലത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ. സുഹൃത്തുക്കളെ, ഈ ശീലങ്ങൾ നമ്മുടെ വിധിയല്ല, അതൊരു ചോയ്സ് ആണ്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചുരുക്കി പറയാം. നമ്മൾ ശീലങ്ങളുടെ അടിമകളാണ്. 2, ശീലം മാറ്റാൻ സൂചനയും പ്രതിഫലവും നിലനിർത്തി അനുഷ്ഠാനം മാറ്റുകയാണ് വേണ്ടത്. 3, ഒരു ശീലം മാറ്റാൻ 21 ദിവസമല്ല, ശരാശരി 66 ദിവസത്തോളം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. 4, നിങ്ങളുടെ ചുറ്റുപാടുകൾ ക്രമീകരിക്കുക. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന, എന്നാൽ വർഷങ്ങളായി നിങ്ങളെ വലയ്ക്കുന്ന ആ ഒരു ശീലം ഏതാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യും. അത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ പാതി വിജയം കിട്ടിക്കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കാരണം നല്ല ശീലങ്ങൾ പകരുന്നത് ഒരു പുണ്യമാണ്.